Hi friends, welcome to another new video on writing for academic and professional success. ഇന്ന് നമ്മൾ കാണുന്നത് യൂണിറ്റ് 4 ആണ്. എലമെന്റ്സ് ഓഫ് റൈറ്റിംഗ് ആണ് യൂണിറ്റ് 4. അതിൽ റെറ്ററിക്കൽ മോഡ് ഓഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കാം. റെറ്ററിക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വായനക്കാരന് എഫക്റ്റീവായിട്ട് എത്തിക്കാവുന്ന രീതിയിൽ, റീച്ച് ചെയ്യുന്ന രീതിയിൽ, ഓഡിയൻസിലേക്ക് റീച്ച് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ്, അതിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെറ്ററിക്കൽ മോഡ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്ന റെറ്ററിക്കൽ എന്ന് പറയുന്ന ടേം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ് റിഫേഴ്സ് ടു ദ വേ യു ക്യാൻ അഡോപ്റ്റ് ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി. അതായത് ആർക്കാണോ, ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസിന് വേണ്ടിയിട്ടാണോ നമ്മൾ എഴുതുന്നത് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന രീതിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇറ്റ്സ് എ സ്ട്രാറ്റജി ടു റീച്ച് ദ ഓഡിയൻസിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സ്ട്രാറ്റജിയാണ് റെറ്ററിക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൽ ഈ റെറ്ററിക്കലിൽ വരുന്ന ഒന്നാണ് നറേഷൻ എന്ന് പറയുന്നത്. ഏത് ടൈപ്പ് ഓഫ് റൈറ്റിങ്ങിലൂടെയാണ് വായനക്കാരിലേക്ക് എത്താനായിട്ട് സാധിക്കുക, അതിലൊന്നാണ് നറേഷൻ. നറേഷൻ എന്ന് പറയുന്നത് കഥ പറയുന്നതാണ് ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുക. കഥ പറയുന്ന രീതി ഒരു ടൈപ്പ് ഓഫ് നറേഷൻ ആണ്. ഇവൻറ്റ്സ് ഒക്കെ സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും നറേഷനിൽ പറയുക. അതിൽ ഫിക്ഷനും നോൺ ഫിക്ഷനും വരും. റെറ്ററിക്കൽ മോഡിൻ്റെ ഒരു ഭാഗമാണ് ഈ നറേഷൻ എന്ന് പറയുന്നത്. അതിൽ സ്റ്റോറി, ഫിക്ഷണൽ ഓർ റിയൽ ആയിട്ടുള്ള ഇവൻറ്റ്സ് ഒക്കെ നമുക്ക് നറേറ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റോറി എന്ന് പറയുമ്പോൾ കഥ, ഫിക്ഷണൽ എന്ന് പറയുമ്പോൾ നോവൽ, അതുപോലെയുള്ള കാര്യങ്ങളാണ്. റിയൽ എന്ന് പറയുമ്പോൾ റിയൽ ഇവൻറ്റ്സ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ അവർ ലൈഫ്. ഫിക്ഷൻ എന്ന് പറയുമ്പോൾ ഷോർട്ട് സ്റ്റോറി, നോവൽ. ഈ നോവല്ല എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റോറി ഓൾറെഡി അറിയാം, ചെറുകഥ. നോവൽ എന്ന് പറയുന്നത് നോവൽ തന്നെ, വലിയ ബുക്ക് 300-400 പേജൊക്കെ വരുന്നതാണ് നോവൽ. നോവല്ല എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റോറി അല്ല, എന്നൊരു 100 പേജിൻ്റെ ഉള്ളിൽ അടങ്ങുന്ന ചെറിയ നോവലിൻ്റെയും ഷോർട്ട് സ്റ്റോറിയുടെ ഇടയിൽ നിൽക്കുന്ന കഥകളെയാണ് നോവല്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നോൺ ഫിക്ഷൻ എന്ന് പറയുമ്പോൾ ബയോഗ്രഫി, ന്യൂസ് പേപ്പർ, ഇതൊക്കെ ജേണൽസ്, മാഗസിൻസ്, ഇതിലൊക്കെ വരുന്നതൊക്കെ എന്താണ്, ഫീച്ചേഴ്സൊക്കെ ആയിട്ട് വരുന്നത് നോൺ ഫിക്ഷനിൽ വരുന്നതാണ്. ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് സ്വന്തമായിട്ട് എഴുതുന്നതും, ബയോഗ്രഫി നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തെ ആസ്പദമാക്കി എഴുതുന്നതാണ് ബയോഗ്രഫി. സ്വന്തം ആത്മകഥ എഴുതുന്നത് ഓട്ടോബയോഗ്രഫി, മറ്റൊരാളുടെ ജീവിത ചരിത്രം നമ്മൾ എഴുതുകയാണെങ്കിൽ ബയോഗ്രഫി. ന്യൂസ് പേപ്പർ യു ആർ ഫെമിലിയർ വിത്ത്. ഇപ്പോൾ ഇവിടെ നറേഷൻ എന്ന് പറയുമ്പോൾ അതൊരു നറേറ്റ് സം ഇൻസിഡൻസ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ യുവർ ലൈഫ് എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ടൂർ, അല്ലെങ്കിൽ പിക്നിക് ദാറ്റ് കണ്ടക്റ്റഡ് ഇൻ യുവർ കോളേജ് ആയിരിക്കാം, അല്ലെങ്കിൽ an event that happened in your college or in your personal life. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കാം വരിക. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ എങ്ങനെ നറേറ്റ് ചെയ്യണം, ഈ നറേഷൻ എന്ന് പറയുന്ന ചോദ്യം ചോദിക്കാതെ അതിൻ്റെ ഒരു എക്സാമ്പിൾ നറേറ്റ് ചെയ്യാനായിരിക്കാം ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളതാണ് ആമയുടെയും മുയലിൻ്റെയും കഥ. ആമയുടെയും മുയലിൻ്റെയും കഥ നമ്മൾ പറയുമ്പോൾ ആമയും മുയലും എങ്ങനെ പന്തയം വെച്ചു, അവരെങ്ങനെയാണ് അവരുടെ ഓട്ടമത്സരം സ്റ്റാർട്ട് ചെയ്യുന്നത്, അവർ എങ്ങനെ ഓടി തുടങ്ങി, ഇടയ്ക്ക് വെച്ച് എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് ഫൈനൽ പൊസിഷനിൽ എത്തിയത്, ആര് വിൻ ചെയ്തു, ഇതൊരു സീക്വൻഷ്യൽ ഓർഡറിൽ പറയണം. ഒരു കൃത്യമായിട്ടുള്ളൊരു ബിഗിനിങ്ങും മിഡിലും എൻഡും ഇതിനുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അതൊരു പ്രോപ്പറായിട്ട് കേൾവിക്കാരനിലേക്ക് എത്തിക്കാനും ഒരു ആസ്വാദന രീതിയിലേക്ക് അവരിലേക്ക് എത്തിക്കാനും അവർക്കത് ഇഷ്ടമായി തീരുകയും അവർക്കത് സ്വീകാര്യമായി തീരുകയും ചെയ്യുകയുള്ളൂ. ഇതേപോലെ തന്നെയാണ് നമ്മൾ നറേറ്റ് ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. നമ്മളോടൊരു കാര്യം, ഒരു ഇൻസിഡൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് പറയുന്നത് എങ്കിൽ അതിനൊരു പ്രോപ്പർ ബിഗിനിങ്ങും മിഡിലും എൻഡും ഉണ്ടായിരിക്കണം. അതൊരു ഓർഡറിലായിരിക്കണം പറയുന്നത്, അല്ലാതെ മനസ്സിൽ തോന്നുന്നത് അപ്പോൾ എഴുതി പോവുകയല്ല ചെയ്യേണ്ടത്. ആ സീക്വൻഷ്യൽ ഓർഡർ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ അതൊരു പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാതെ ഒരു ജനറൽ ആയിട്ട് പറയാനായിട്ട് ശ്രമിക്കുക. ദ സ്റ്റുഡൻറ് സ്റ്റാർട്ടഡ്, അല്ലെങ്കിൽ ദ സ്റ്റുഡൻസ് ഇൻ വിസിറ്റഡ്, അങ്ങനെയൊക്കെ പറയുക. അല്ലാതെ ഐ വെന്റ് ടു അങ്ങനെ പറയാതിരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. അടുത്തത് ഡിസ്ക്രിപ്ഷനാണ്. ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് വേറൊരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ്. ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവ് മോഡ് ഓഫ് റൈറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. പ്രസന്റിങ് ഇൻഫോർമേഷൻ ഇൻ എ മാനർ അപ്പീലിംഗ് ടു സെൻസസ് എന്ന് ഉദ്ദേശിക്കുന്നത് സെൻസ് ഓർഗൻസ് ആണ്. അപ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. നിങ്ങളൊരു പൂവ് കണ്ടു, ഒരു ഫ്ലവർ കണ്ടു, അതൊരു റോസാപ്പൂവാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ റോസാപ്പൂവിനെ നിങ്ങൾക്ക് പല രീതിയിൽ വർണ്ണിക്കാനായിട്ട് സാധിക്കും. ആ റോസാപ്പൂ വർണ്ണിക്കുമ്പോൾ കേൾവിക്കാരന് അയാൾ കണ്ടതുപോലെ, അയാൾ അതിൻ്റെ സുഗന്ധം അനുഭവിച്ചതുപോലെയുള്ള ഒരു അവസ്ഥയുണ്ടാകുന്നു. അപ്പോൾ കണ്ണുകൾക്കും
മൂക്കിനും ഒക്കെ അതേപോലെ തൊട്ടാൽ അത് ഭയങ്കര സോഫ്റ്റാണ് എന്ന് പറയുകയാണെങ്കിൽ അതിന് സ്കിന്നിനൊക്കെ നമുക്ക് എന്തുണ്ടാവുന്നു, ഫീൽ ചെയ്യപ്പെടുന്ന രീതിയിൽ നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക. അതിനെയാണ് പ്രസൻറ്റിങ് ഇൻഫോർമേഷൻ ഇൻ എ മാനർ അപ്പീലിംഗ് ടു സെൻസസ്. നിങ്ങൾ നല്ലൊരു ഡിഷ്, നല്ലൊരു ഫുഡ് ഐറ്റം കഴിച്ചു, അതിന് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. ആ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ മറ്റേ ആൾക്ക് അത് കഴിക്കണം അല്ലെങ്കിൽ അത് കഴിച്ചതുപോലത്തെ അത്രയും ഫീൽ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു അപ്പീലിംഗ് ടു സെൻസസിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ അതുപോലെ വേണം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ എന്നാണ് ഇവിടെ പറയുന്നത്. ക്രിയേറ്റ് ആൻ ഇംപ്രഷൻ ഇൻ ദ റീഡർ ഓർ ലിസണർ. അപ്പോൾ അത്രത്തോളം ഒരു ഇംപ്രഷൻ റീഡറിൽ അല്ലെങ്കിൽ ലിസണറിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിലൂടെ സാധിക്കണം. അത്രയും വായനക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട്, അവർക്ക് അത്രയും ഫീൽ ഉണ്ടാവാനായിട്ട്, കണ്ണുകൾക്ക്, കാതിന്, കണ്ണിന്, മൂക്കിന്, അതേപോലെ ടങ്, നാക്കിന്, പിന്നെ സ്കിൻ, ഇതൊക്കെയാണ് സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ എന്താ പറയുക, ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത് ഇലുസ്ട്രേഷനാണ്. ഇലുസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ. ഇലുസ്ട്രേഷൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിനിങ് വിത്ത് എക്സാമ്പിൾസ് ആണ്. എക്സ്പ്ലെയിനിങ് വിത്ത് എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ ഏതൊരു കാര്യം വിവരിക്കുമ്പോഴും അതിനെ എക്സാമ്പിളോടുകൂടി വിവരിക്കുക, എന്തെങ്കിലും ഒരു ഉദാഹരണ സഹിതം അതിനെ വിവരിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള വിവരണമാണ് ഇലുസ്ട്രേഷനിൽ വരുന്നത്. ഒരു വെൽ ഡിഫൈൻഡ് പാറ്റേൺ ഇതിനില്ല. ഒരു കാര്യം പറയുന്നു വിത്ത് എക്സാമ്പിൾ, അടുത്ത് പറയുന്നു വിത്ത് എക്സാമ്പിൾ, അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ് ഇവിടെ. അല്ലാതെ ഇങ്ങനെ വേണം വിവരിക്കാൻ എന്ന് പറഞ്ഞൊരു പാറ്റേൺ ഇതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അടുത്തത് പെർസ്വേസീവ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റേറ്റീവ് മോഡാണ്. പെർസ്വേസീവ് എന്ന് പറയുമ്പോൾ തന്നെ സ്വീകാര്യമാക്കുക എന്നുള്ള അർത്ഥമാണ്. റീഡറിന്, വായനക്കാരന് സ്വീകാര്യമാക്കി മാറ്റുന്ന രീതിയിൽ എഴുതുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. മേക്ക് ദം ദ വേ റൈറ്റർ വാണ്ട് ദ റീഡർ ടു തിങ്ക്. മേക്ക് ദം ദ വേ ദ റൈറ്റർ വാണ്ട് ദ റീഡർ ടു തിങ്ക് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഉദ്ദേശിക്കുന്നത് വായനക്കാരൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, അത് എന്താ പറയുക, എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് എത്തിക്കുക. വായനക്കാരൻ ഉദ്ദേശിക്കുന്ന കാര്യവും എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്ന കാര്യവും ഒന്നാക്കി മാറ്റുക. ഇവിടെ എഴുതുന്നയാൾ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റിലേക്ക് വായനക്കാരനെ എത്തിക്കാൻ പറ്റണമെങ്കിൽ അത് ചില്ലറ കാര്യമല്ല, അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രയത്നം ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. അപ്പോൾ വായനക്കാരനെ എഴുത്തുകാരൻ്റെ എഴുതുന്ന രീതിയിലേക്ക്, ഇത് തന്നെയാണ് ഞാനും ഉദ്ദേശിച്ചത് എന്ന രീതിയിലേക്ക് എത്തിക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേസ് ഹാവ് ഡിബേറ്റബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ഇതാണ് ഇങ്ങനെയാണ്, അല്ല ഇതിങ്ങനെയല്ല, വേറെ രീതിയിലാണ് എന്ന രീതിയിലൊരു സംവാദ രൂപത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, ആർഗ്യൂ ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എപ്പോഴും ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേസ് അല്ലെങ്കിൽ പെർസ്വേസീവ് എസ്സേസിൽ ഉണ്ടാവും. അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. പ്രിമിസസ് ആൻഡ് കൺക്ലൂഷനാണ്. അതിനൊരു പ്രിമിസ് ഉണ്ടാവും, അതേപോലെ ഒരു കൺക്ലൂഷൻ ഉണ്ടാവും. പ്രിമിസസ്, അസേഷൻ, അതിനുശേഷമാണ് കൺക്ലൂഷൻ. ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്, ഓൾ മെൻ ആർ മോർട്ടൽസ്. എല്ലാ മനുഷ്യരും, എല്ലാ മെന്നും എന്താണ്, മോർട്ടൽസ് ആണ്, മരണം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഇവിടെ പറയുന്ന വേറൊരു അസേഷൻ എന്ന് പറയുന്നത്, ഓൾ ക്യാറ്റ്സ് ആർ മെൻ. എല്ലാ ക്യാറ്റ്സും മെന്നാണ്. അങ്ങനെയാണ് എങ്കിൽ ഓൾ മെൻ ആർ മോർട്ടൽസ് ആണ്. ഈ മെന്നെല്ലാം മോർട്ടൽസ് ആണെങ്കിൽ, ക്യാറ്റ്സ് ഒക്കെ മെന്നാണെങ്കിൽ അവരും എന്താണ്, അവരും മോർട്ടൽസ് ആണ്. അതാണ് അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഇതൊരു എക്സാമ്പിളാണ്. ഇതേപോലെ നമ്മളുടെ സ്റ്റഡി നടത്തുമ്പോൾ ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യങ്ങളുണ്ട്, ആ സ്ഥലം ഇന്ന പരിധിയിൽപ്പെടുന്നതാണ്, അപ്പോൾ അവരുടെ മറ്റ് സ്ഥലങ്ങളിലും ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, ഉണ്ട് എന്നൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നു. അത്തരത്തിലുള്ള സ്റ്റഡിയാണ് പെർസ്വേസീവ് ആർഗ്യുമെൻറ്റേറ്റീവ് മോഡൽ മെയിനായിട്ട് വരുന്നത്. ഇനി കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് എസ്സേ ആണ്. നിങ്ങൾ കുഞ്ഞിലേ തൊട്ട് കണ്ടിട്ടുള്ളതാണ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ്. അതുതന്നെയാണ് ഇവിടെയും കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റിലും മെയിനായിട്ട് വരുന്നത്. കമ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ കമ്പയർ ചെയ്യുക, സിമിലാരിറ്റീസും ഡിഫറൻസും ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുക. എക്സാമിൻ ടു സബ്ജക്ട്സ് എയ്തർ ബൈ കമ്പയറിംഗ് ദം ഓർ കോൺട്രാസ്റ്റിംഗ് ദം. ഇപ്പം ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ രണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ആകാം, ലിറ്ററേച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. രണ്ട് ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ എടുക്കുന്നു, അതിനെ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റും മാറി നിൽക്കുന്നത്, സബ്ജക്റ്റ് വൈസ് രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവിടെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ആദ്യം വരുന്നത്. ഇനി സിമിലാരിറ്റീസ് ഉണ്ടാവാം, സ്റ്റുഡൻസിൻ്റെ ടേസ്റ്റിൽ സിമിലാരിറ്റീസ് ഉണ്ടാവാം, പിന്നെ അവരുടെ എന്താ പറയുക
തിങ്കിങ് എബിലിറ്റി, അതേപോലെ അവരുടെ ആക്ടിവിറ്റീസിൻ്റെ രീതിയിൽ, അങ്ങനെയുള്ള പല രീതിയിലും സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിൽ അവർ സിമിലർ ആണ്, ഏതൊക്കെ രീതിയിലാണ് അവർ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത്, ഈ രീതിയിലാണ് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് വരുന്നത്. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് എസ്സേ ഇസ് ടു അനലൈസ് യൂസിങ് കമ്പാരിസൺ ഓർ കോൺട്രാസ്റ്റ് ഇൻ എ മീനിങ് ഫുൾ വേ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കമ്പയർ കോൺട്രാസ്റ്റ് ചെയ്തിട്ട് എസ്സേ എഴുതുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. അടുത്തത് നമ്മൾ കാണുന്നത് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ ഡെഫിനിഷൻ എസ്സേസ് ആണ്. എങ്ങനെയാണ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഡെഫിനിഷൻ എസ്സേക്ക് നമ്മൾ കൊടുക്കേണ്ടത്? ബൈ അനാലിസിസ് ആണ്. അതിൽ ഡെഫിനിഷൻ എസ്സേസ് ആണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ അതിന് ആദ്യം അനാലിസിസ് ആവശ്യമാണ്. കമ്പയർ ഇറ്റ് ടു സംതിങ് സിമിലർ ആൻഡ് ഷോ ഡിഫറൻസ്. അതായത് ഒരു തീസിസ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതൊരു ഡെഫിനിഷനെ ഓറിയൻറ്റഡ് ആയിട്ടാണ് എടുക്കുന്നത് എങ്കിൽ അതുപോലെ തന്നെ ഉള്ള മറ്റൊരു ഡെഫിനിഷൻ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റഡി കൊണ്ടുവരിക, എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. എന്തുകൊണ്ടാണ് എൻ്റെ സ്റ്റഡി മറ്റൊരു സ്റ്റഡിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത് എന്ന് കാണിക്കാനായിട്ട് പറ്റണം. കമ്പയർ ഇറ്റ് ടു സംതിങ് സിമിലർ ആൻഡ് ഷോ ഡിഫറൻസ്. അതുപോലെ തന്നെയുള്ള മറ്റൊന്നിനെ കൊണ്ടുവന്ന് വെക്കുന്നു, എന്നിട്ട് പറയുന്നു എന്തുകൊണ്ട് എൻ്റെ ഈ സ്റ്റഡി മറ്റൊരു സ്റ്റഡിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് കാണിക്കുന്നു. പിന്നെ ബൈ ഫങ്ഷൻ, വാട്ട് ഇറ്റ് ഡസ് ആൻഡ് ഹൗ ഇറ്റ് വർക്ക്സ്. എങ്ങനെ അതിൻ്റെ ഫങ്ഷനിങ് രീതി എന്ന് പറയുന്നത് എന്തുകൊണ്ട് മറ്റ് ഒരു സ്റ്റഡിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ബൈ സ്ട്രക്ചർ, ഹൗ ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ്. എങ്ങനെയാണ് അതിനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, ഓർഗനൈസ് ചെയ്യുമ്പോഴും മറ്റൊരു സ്റ്റഡിയിൽ നിന്ന് എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നു. ബൈ ഓപ്പോസിറ്റ് ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ഇത് എന്തുകൊണ്ട് മറ്റേ സ്റ്റഡി അല്ല. ഇപ്പോൾ എയും ബിയും ആണെങ്കിൽ എ എന്ന് പറയുന്നത് പഴയ സ്റ്റഡിയാണ്, ബി ഞാൻ നടത്തിയ സ്റ്റഡിയാണ്. അപ്പോൾ ഞാൻ നടത്തിയ സ്റ്റഡി എന്തുകൊണ്ട് ബി എന്ന് പറയുന്ന ഞാൻ നടത്തിയ സ്റ്റഡി എന്തുകൊണ്ട് എ അല്ല, അതിന് കാരണങ്ങൾ പറയുക. അതാണ് എക്സ്പ്ലെയിൻ ദ ടേം ഈസ് നോട്ട്. അതെന്തുകൊണ്ട് എ അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് തീസിസ് സ്റ്റേറ്റ്മെന്റ്സ് ഫോർ ഡെഫിനിഷൻ എസ്സേസിൽ വരുന്നത്. അടുത്തത് നമ്മൾ കാണുന്നത് പർപ്പസ് ഓഫ് ഡിവിഷൻ ഓർ ക്ലാസിഫിക്കേഷൻ എസ്സേസ് ആണ്. എന്തൊക്കെ പർപ്പസ് ആണ് ഉള്ളത്, ഡിവിഷൻ ഓർ ക്ലാസിഫിക്കേഷൻ എസ്സേസിന്റെ പർപ്പസ് എന്തൊക്കെയാണ്? ജനറൽ പർപ്പസ് എന്ന് പറയുന്നത് ഡിവൈഡ് സബ്ജക്ട്സ് ഇൻറ്റു സ്മോളർ പാർട്സ് ആണ്. നമ്മൾ ഡിവിഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എസ്സേയിൽ ചെറിയ ചെറിയ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പം ഫോർ എക്സാമ്പിൾ എടുക്കുന്ന ഒരു കോളേജാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഗവൺമെൻറ് കോളേജ് സംവെയർ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഗവൺമെൻറ് കോളേജ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കോളേജാണ്. അതിനെ നമുക്ക് പിന്നെ ക്ലാസിഫൈ ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഡിവൈഡ് ചെയ്യുന്നു. അതെന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് ഡിവിഷനാണ് അവിടെ വരുന്നത്. വീണ്ടും നമ്മളതിനെ ഇയർ വൈസ് ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഡിവൈഡ് സബ്ജക്ട്സ് ഇൻറ്റു സ്മോളർ പാർട്സ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റഡി നടത്താൻ ഉദ്ദേശിക്കുന്ന സബ്ജക്ട്സിനെ വീണ്ടും വീണ്ടും ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിക്കാനായിട്ട് പറ്റണം. അനലൈസ് പീപ്പിൾ. ഇവിടെ പർപ്പസ് ഓഫ് റൈറ്റിങ്ങിൽ വരുന്ന വേറെ ഒന്നെന്ന് പറയുന്നത് അനാലിസിസ് ആണ്. അവിടെ നമ്മൾ പീപ്പിളിനെ, തിങ്സിനെ, ഐഡിയാസിനെ ഒക്കെ എന്ത് ചെയ്യണം, കാറ്റഗറൈസ് ചെയ്യണം. ഇപ്പം നമ്മളിവിടെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഞാൻ പറഞ്ഞു, ക്ലാസ് വൈസ് പറഞ്ഞു, അതൊരു പീപ്പിൾ ഡിവിഷനാണ് വരുന്നത്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു തിങ്സിനെയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഐഡിയനെ എടുക്കുന്നെങ്കിൽ അതിനെയും കാറ്റഗറൈസ് ചെയ്യണം, ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യണം. ആൻഡ് ഹെൽപ്പ് വൺ ടു അപ്രോച്ച് എ സ്റ്റഡി ഇൻ മോർ ഈസി മാനർ. എന്താണ്, ഒരു സ്റ്റഡീനെ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു മാനറിൽ സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് ഈ ഡിവിഷൻ ക്ലാസിഫിക്കേഷൻ എസ്സേ സാധിക്കും. ഏത് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിനാണ് കൂടുതൽ അപ്രോച്ചബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയുക എബിലിറ്റി ഉള്ളത്, കൂടുതൽ കഴിവുള്ളത് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത് എങ്കിൽ അത് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് തിരിക്കുക, ക്ലാസ് വൈസ് തിരിക്കുക. അപ്പോൾ ക്ലാസ് വൈസ് തിരിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കും ദേ ആർ മോർ ആക്റ്റീവ്, ദേ ആർ മോർ ഇൻ്റലിജൻറ്റ്, ദേ ആർ മോർ വൈബ്രൻറ്റ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഹെൽപ്പ് വൺ ടു അപ്രോച്ച് എ സ്റ്റഡി ഇൻ മോർ ഈസി വേ. കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് സ്റ്റഡി നടത്താനായിട്ട് അത് സാധിക്കും. ഇറ്റ് ബിക്കംസ് മോർ അണ്ടർസ്റ്റാൻഡബിൾ. ഇങ്ങനെ ഡിവിഷൻ ക്ലാസിഫിക്കേഷൻ രീതിയിലുള്ള ഒരു സ്റ്റഡി നടത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് കൂടുതൽ മനസ്സിലാക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. ഇനി അടുത്തത് മെയിൻ എലമെൻറ്റ്സ് ഓഫ് ഡിവിഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എസ്സേസിൽ നമുക്ക് ഡിവിഷൻ എസ്സേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മെയിൻ എലമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഐറ്റംസ് ടു ബി ക്ലാസിഫൈഡ് ഷുഡ് ഷെയർ സം കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഞാനിവിടെ എക്സാമ്പിളായി കൊടുത്തിരിക്കുന്നത് ലിറ്ററേച്ചറും കൊമേഴ്സും ആണ്. ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്തുകൊണ്ട് ഒരു ഗ്രൂപ്പായിട്ട് മാറുന്നു, അവിടെ കുറച്ച് കോമൺ എലമെൻറ്റ്സ് ഉള്ളത് കൊണ്ടാണ് അവർ ഒരു ഗ്രൂപ്പാക്കി വെച്ചിരിക്കുന്നത്. കൊമേഴ്സ് എന്ന് പറയുന്നത് വേറൊരു ഗ്രൂപ്പാക്കി വെച്ചിരിക്കുന്നത് അവരുടെ ഇടയിൽ കുറച്ച് കോമൺ എലമെൻറ്റ്സ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്
ഒരു ഗ്രൂപ്പിനെ ഗ്രൂപ്പാക്കി വെക്കണമെങ്കിൽ അവരുടെ ഇടയിൽ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അല്ലാതെ ഏതെങ്കിലുമൊക്കെ ആളുകളെ പിടിച്ചൊരു ഗ്രൂപ്പായിട്ട് വെക്കാൻ പറ്റില്ല. നമ്മൾ ഏജ് വൈസ് ആണ് ഡിവൈഡ് ചെയ്യുന്നത് എങ്കിൽ കിഡ്സ്, പിന്നെന്താണ് ബോയ്സ്, ഗേൾസ്, ടീനേജേഴ്സ്, പിന്നെ അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് ഡിവിഷൻസ്, ഓൾഡ് ഏജ്, മെച്യൂർഡ് പീപ്പിൾ, ഇങ്ങനെയുള്ള ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം, ഏജ് വൈസ് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അപ് ടു ഒരു ഏജ് വെക്കണം. 1 to 5 ഒരു ഡിവിഷൻ, 5 to 10 ഒരു ഡിവിഷൻ, പിന്നെ 10 to 11 to 15 ഒരു ഡിവിഷൻ. ഇങ്ങനെ ഒരു ഡിവിഷൻ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള ഡിവിഷനാണ് ഇവിടെ വേണ്ടത് എന്നാണ് മെയിൻ എലിമെന്റ്സ് ഓഫ് ഡിവിഷനിൽ പറയുന്നത്. ആൻഡ് ഡിസൈഡ് ദ ക്രൈറ്റീരിയൻ ഓഫ് സ്കീം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഏത് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സോഷ്യൽ, എക്കണോമിക്, റിലീജിയസ്, അങ്ങനെയുള്ള കൊമേഴ്ഷ്യൽ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമുക്ക് സാധ്യമാകും. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് നിങ്ങളുടെ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടത്? ഓൾ ക്ലാസിഫിക്കേഷൻ ഇൻ ആൻ എസ്സേ ഷുഡ് ബി ബേസ്ഡ് ഓൺ വൺ പ്രിൻസിപ്പിൾ. ഇപ്പോൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏത് ക്രൈറ്റീരിയ ഉപയോഗിച്ചുകൊണ്ട് ക്ലാസിഫൈ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ആയിരിക്കണം എല്ലാം ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി ഡിപ്പാർട്ട്മെന്റ് വൈസ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും വേറെ വേറെ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതേ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ തന്നെ ആയിരിക്കണം എല്ലായിടത്തും നടക്കേണ്ടത്. ഒരു ഇതിനെ ഡിപ്പാർട്ട്മെന്റ് വൈസ് ക്ലാസിഫൈ ചെയ്ത് മറ്റേത് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് അങ്ങനെ നിർത്താനായിട്ട് പാടില്ല. എക്സാമ്പിൾസ് ആൻഡ് എക്സ്പ്ലനേഷൻസ് ആർ ടു ബി ഗിവൺ ടു ഈച്ച് കാറ്റഗറി. അപ്പോൾ ഏത് ക്ലാസിഫിക്കേഷൻ നടത്തിയാലും അതിന് എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യണം. മെൻഷൻ വാട്ട് യു ആർ പ്ലാനിങ് ടു ക്ലാസിഫൈ ഇൻ ദ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഞാൻ ഏത് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ എന്ത് സ്റ്റഡിയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ തീസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അവിടെ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. ഓൺ വാട്ട് ഈസ് ക്ലാസിഫൈഡ് ആൻഡ് ക്രൈറ്റീരിയൻ ഓഫ് ക്ലാസിഫിക്കേഷൻ. എന്താണ് ക്ലാസിഫൈ ചെയ്യുന്നത്, ഇതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് ഞാനെടുത്ത മാനദണ്ഡം എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളുടേതായ രീതിയിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചുകൊണ്ടാണ് നമ്മൾ വിവരിക്കുന്നത്. അതേപോലെ ട്രാൻസിഷൻ വേർഡ്സ്, അതായത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പറഞ്ഞു, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഇങ്ങനെയൊരു ടൈപ്പ് ഓഫ് ഡിവിഷൻസ് നമ്മൾ അവിടെ കൊടുക്കണം. അതുപോലെ ഫസ്റ്റ് ടൈപ്പ്, ഫസ്റ്റ് കൈൻഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്, ഇങ്ങനെ ഒരു രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻ വേണം നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു ഓർഡറിൽ, സീക്വൻഷ്യൽ ഓർഡറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഒരു ഓർഡറിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോഴാണ് അത് നല്ല രീതിയിലുള്ള ഒരു എസ്സേ ആയിട്ട് മാറുന്നത്. ഇത്രയുമാണ് യൂണിറ്റ് 4. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.